കേരളത്തില് മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ക്രൈസ്തവ പ്രേമമാണ് ഇപ്പോൾ കാണുന്നത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൻ്റെ പിന്നാലെ ഇപ്പോൾ ഇവിടുത്തെ മത തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവർ അങ്ങ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ക്രൈസ്തവരോട് പ്രേമം കാണിക്കുകയാണ്. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് അവരുടെ ഭരണകാലത്ത് ക്രൈസ്തവരുടെ മേൽ അതിക്രമം നടന്നിട്ടില്ലേ? പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിരവധി അതിക്രമങ്ങൾ ആ കാലത്തുണ്ടായിട്ടുണ്ട്. പിൽക്കാലത്തും BJP ഭരിക്കുന്ന കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ കോൺഗ്രസ് ഭരണകാലത്ത് ഉണ്ടായതിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ ഏവരും അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ളതാണത്. എന്നിട്ട് ഈ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ മുറവിളി കൂട്ടുന്നത്. അതിനോടൊപ്പം മറ്റ് ചില വർഗീയ സ്വഭാവമുള്ള ചില അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും ക്രൈസ്തവരോട് ഇപ്പോൾ വലിയ സ്നേഹപ്രകടനമാണ് നടത്തുന്നത്. ആ സ്നേഹപ്രകടനത്തിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമ്മൾക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികളൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള മത തീവ്രവാദികളുമായിട്ടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ക്രൈസ്തവ സ്നേഹം കാണിക്കുകയാണ്. കേരളത്തിലെ ഈ BJP കേരളത്തിൽ കൂടുതലായിട്ട് ക്രൈസ്തവരുമായിട്ട് അടുക്കുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവർ BJPയോട് കൂടുതൽ അടുക്കുന്നു. ഈ രണ്ട് രീതിയിൽ പറഞ്ഞാലും ശരി തന്നെയാണ്. കാരണം BJPയുമായിട്ട് കൂടുതൽ സൗഹാർദ്ദത്തിലേക്കാണ് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾ നീങ്ങിത്തുടങ്ങിയത്. ഈ മുനമ്പം വിഷയത്തിലും വഖഫ് ഭേദഗതി ബില്ലിൽ സമയത്തും ഒക്കെ കൃത്യമായിട്ടും, അതുപോലെ തന്നെ BJPയിൽ നിരവധി ക്രൈസ്തവ മുഖമുണ്ട്. PC ജോർജ്, ഷോൺ ജോർജ്, ജേക്കബ് തോമസ്, അനിൽ ആന്റണി, അനൂപ് ആന്റണി, ഇങ്ങനെ നീണ്ടുപോകുന്നു ആ നിര. കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ ഉൾപ്പെടെ. അപ്പോൾ ഇതൊക്കെ മറ്റ് മുന്നണികൾക്ക് വലിയ ഭയാശങ്കകൾ ഉണ്ടാക്കുന്നു. അതവർ ഏറെക്കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 2026 ക്രൈസ്തവ സംഘടനകളുമായി ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് കേരളത്തിലെ ഭരണത്തിലേക്ക് അടുക്കാനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പകൽ പോലെ സത്യമാണ്. കേരളത്തിലെ BJP ഈ ക്രൈസ്തവ സംഘടനകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ മുഴുവൻ പരിഹരിക്കാനും സദാ വ്യാപൃതരായി നിൽക്കുന്നുണ്ട്. കേന്ദ്രവുമായിട്ടും പല കാര്യങ്ങൾക്ക് ബന്ധപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് ഷോൺ ജോർജ് ഇതുപോലുള്ള ക്രൈസ്തവ മുഖങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് BJP കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ BJPയുമായിട്ടുള്ള ഒരു അതിരിൽ കവിഞ്ഞ ഒരു ആഭിമുഖ്യം നിലനിൽക്കുന്നതാണ് മറ്റ് വർഗീയ കക്ഷികളെയും അതുപോലെ തന്നെ ഇടത് വലത് മുന്നണികളെയും ഒക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നിക്കുന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ, അതിൻ്റെ നിജസ്ഥിതി വരട്ടെ, അതിലേക്ക് കടക്കുന്നില്ല, അതെന്തുമാകട്ടെ. പക്ഷേ SDPI ഉൾപ്പെടെയുള്ളവർ ഈ ക്രൈസ്തവ പ്രേമത്തിൻ്റെ പിന്നിൽ എന്താണ്? SDPI ഓർക്കണം, 10-12 വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിലെ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് ഇപ്പോഴും കേരളം വളരെ നടുങ്ങലോടുകൂടിയാണ് ഓർക്കുന്നത്. ആ കുടുംബത്തെ മുഴുവൻ തകർത്തെറിഞ്ഞു. ആരാണ്? പോപ്പുലർ ഫണ്ട്. ഇന്ന് രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും പോപ്പുലർ ഫണ്ടിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരും ചോട്ടാ നേതാക്കന്മാരും ഒക്കെ കുടിയേറിയിരിക്കുന്നതും അഭയം കൊടുത്തിരിക്കുന്നതും ഒക്കെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ലേബലിൽ നിൽക്കുന്ന SDPI ആണ്. ഈ SDPIക്ക് ഇപ്പോൾ കേരളത്തിൽ UDFന്റെ പിന്തുണയുണ്ട്. UDF ആണ് കൊണ്ടു നടക്കുന്നത്. ഒരു കാലത്ത് LDFും കൊണ്ടു നടന്നിട്ടുണ്ട്. CPM ഒക്കെ തിരുത്തി കൊണ്ട് നടന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആയാലും SDPI ആയാലും വെൽഫെയർ പാർട്ടി ആയാലും ഇവരോടൊന്നും തന്നെ CPMനോ കോൺഗ്രസിനോ LDFനോ UDFനോ അയിത്തമില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ LDFന്റെ ഭരണകാലത്താണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്.
അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബി പറഞ്ഞത് എന്താണ്? ചോദ്യവിട്ട ജോസഫ് മാഷ് മരമണ്ടൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചോദ്യവിട്ടത് കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടുകാർ കൈവെട്ടിയത് എന്ന് സാരം. അങ്ങനെ പറഞ്ഞവരാണ്. ഒന്ന് ഓർക്കണം, അവർക്കാണ് ഇപ്പോൾ വലിയ ക്രൈസ്തവ പ്രേമം വന്നിരിക്കുന്നത്. പി സി ജോർജിന്റെ നാടായ ഈരാറ്റുപേട്ടയിൽ ക്രൈസ്തവരെ എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്യുകയാണ് ഈ എസ് ഡി പി ഐക്കാരൊക്കെ തന്നെ. 2016 പൂഞ്ഞാറിൽ നിന്ന് ഇടതിൻ്റെയോ വലതിൻ്റെയോ അല്ലെങ്കിൽ BJP-ക്കാരുടെയോ പിന്തുണയില്ലാതെ സ്വതന്ത്രനായി ജയിച്ചു വന്ന വ്യക്തിയാണ് പി സി ജോർജ്. പി സി ജോർജ് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു. അതായത് ഇത്തരത്തിലുള്ള മത തീവ്രവാദികൾ ക്രൈസ്തവ വിഭാഗത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് മതം മാറ്റുന്നു എന്ന് പറയുകയുണ്ടായി. അതോടുകൂടി പി സി ജോർജിനെതിരെ തിരിഞ്ഞു. അങ്ങനെ 2016 26,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പി സി ജോർജ് 2021 അവിടെ പരാജയപ്പെട്ടു. ഈ വർഗീയ കക്ഷികളെ മുഴുവൻ നെഞ്ചേറ്റി കൊണ്ടു നടന്നത് ഇടത് വലത് മുന്നണികൾ തന്നെയായിരുന്നു. അപ്പോൾ ഇവരാണ് ഈ SDPI-ക്കാരൊക്കെ തന്നെയാണ് ഇപ്പോൾ അങ്ങ് ഛത്തീസ്ഗഡിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കന്യാസ്ത്രീകളെ വിട്ടയക്കൂ, കേന്ദ്ര ഭരണത്തിന്റെ ഭീകരത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി അവർ SDPI-ക്കാര് ഒരു മതേതര സ്വഭാവമുള്ളതാണ് എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരിപ്പോൾ വ്യാജ അക്കൗണ്ടോടുകൂടിയ മുണ്ടക്കയം ജോർജ് എന്ന് പറയുന്ന ഒരു SDPI നേതാവ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ക്രൈസ്തവരെ, നിങ്ങൾ ഉണരൂ, നിങ്ങൾ ഇത്തരത്തിലുള്ള മതഭീകരതയ്ക്ക് നിന്നു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ മീഡിയ വൺ ചാനല് എന്തോ ഒരു ക്രൈസ്തവ സ്നേഹമാണ് കാണിക്കുന്നത്. അവര് ഈ അലറി വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അലറി വിളിക്കുന്നതിൻ്റെ ഒക്കെ പിന്നിലുള്ള കാര്യം എന്താണ്? കേരളത്തിൽ BJP ക്രൈസ്തവരുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പിടിക്കും. ഇതിന് കിട്ടിയ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇവരെല്ലാവരും തന്നെ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചില MP-മാർ അങ്ങോട്ടേക്ക് പോയല്ലോ. CPM-ന്റെ രാജ്യസഭയിലെ MP-മാർ ഉൾപ്പെടെ. എന്താണ് ഇവർക്ക് അവിടെ ജയിലറെ സന്ദർശിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം മുൻകാലങ്ങളിലും ഒക്കെ തന്നെ ഈ ക്രൈസ്തവരുടെ മേൽ അതിക്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നത് ഈ കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 4000-ഓളം ക്രൈസ്തവരുടെ മേൽ അതിക്രമം നടന്നു എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ഈ തെരുവിൽ കഴിയുന്ന, ഈ പാതയോരത്ത് കഴിയുന്ന ഭിക്ഷക്കാരായാലും യാചകരെയും ഒക്കെ തന്നെ വളരെ മനുഷ്യ സേവനത്തിൻ്റെ പേരിൽ ഒരു അച്ഛൻ, കുറ്റിക്കൽ അച്ഛൻ, ഇവരെയൊക്കെ തന്നെ സംരക്ഷിച്ചു നിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവരെ കൊണ്ടുവന്നെടുത്ത് കുളിപ്പിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരെ അനാഥാലയത്തിലാക്കിയൊക്കെ ചെയ്യുന്നു. ഉടനെ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്താണ് പറഞ്ഞത്? അദ്ദേഹം മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞവരാണ് ഈ SDPI-ക്കാരൊക്കെ. അവരാണിപ്പോൾ ഇത് വലിയ ക്രൈസ്തവ പ്രേമം കാണിച്ചു നടക്കുന്നത്. അപ്പോൾ SDPI-ക്കാർ കാണിക്കുന്ന ക്രൈസ്തവ പ്രേമത്തിൽ LDF-ഉം UDF-ഉം കാണിക്കുന്ന ക്രൈസ്തവ പ്രേമത്തിലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.